അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. നമസ്കാരം സർ. എന്നെ മനസ്സിലായോ? പിന്നെ സാറിനോട് ആർക്കും അറിയാൻ പാടില്ലാത്ത കുലസിത ചോദ്യങ്ങളാണോ? കണ്ടാ പറയില്ലേ കുലസിതാണോ? അവളല്ലേലും പണ്ടേ ഒരു ഇളക്കക്കാരിയാ. ഒറിജിനലാണ്. പിന്നെന്താ, എല്ലാം ഒറിജിനലാണ്. എല്ലാം ഒറിജിനലാണ്, ഒന്നും വെപ്പില്ല. ഏത് വേണേ വലിച്ചു നോക്കാം. ഏതൊക്കെ വെച്ച് നോക്കാം. സ്ട്രോങ് ആയിരിക്കും. വലിയോ പറഞ്ഞു പോരില്ല. വലിയും പക്ഷെ പൊട്ടില്ല. വലിയ ലോകമൊക്കെ ചുറ്റിക്കറിയിട്ടുണ്ട്. എന്തിനോ എന്തോ വകതിരെന്ന് പറഞ്ഞ സാധനം ഇല്ല. ഇപ്പൊ മേക്കപ്പ് ഇല്ല, മുടി ചീകാറില്ല, പല്ല് വയ്ക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. മാസത്തിൽ 2 തവണ കുളിച്ചാല് എനിക്ക് ജലദോഷം വന്നിടും. പിന്നെ പൗഡർ ഇടാറില്ല, ക്രീം ഇടാറില്ല. തന്നെ എനിക്ക് അലർച്ചി. ഇപ്പൊ ഒന്നുമില്ല, എല്ലാം വൈറ്റ്. ഇന്നലെ ഇട്ടതാണ് ഇത്. അണ്ടർവെയറും മാറിയിട്ടുണ്ട്. ചിലപ്പോ 2 ദിവസം ഇടും, 1 ദിവസം ഇടും. ആർക്കും മനസ്സിലാവില്ല. എങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ മനസ്സിലാവില്ലല്ലോ. പൊക്കി കാണിച്ചാൽ എന്തേട്ടോ ഉണ്ടോക്കി കാണിക്കരുത്. ഇല്ലേട്ടോ. ബോച്ചെ പോലത്തെ ഒരാളെ ബോയ് ഫ്രണ്ടായിട്ട് കിട്ടാൻ കുറെ ഗേൾസ് ആഗ്രഹിക്കുന്നുണ്ടാവും. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ, എനിക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആയ കൊള്ളാം. ചാണകം വരുന്ന കൈ കൊണ്ട് അടിമേടിക്കല്ലേ. എന്റെ കൂടെ പോന്ന ചാണാൻ വരുന്ന കൈകൊണ്ട് ഞാൻ സ്വർണം വാരിക്കും. അതിനിപ്പോ എന്താ തെറ്റ്? അവനൊരു സാധുവാണെന്നേ, പക്ഷെ ഞാൻ അവനെ കുറ്റം പറയുള്ളൂ. ആണുങ്ങളായ ഒരു പിടിപ്പുമാണ്. മാനസികമായ ബന്ധങ്ങൾ അതാണ് വ്യക്തമായിട്ട് ഞാൻ വ്യക്തമാക്കി പറയും. അങ്ങനെ എല്ലാവരുമായിട്ട് നമുക്ക് കാമുകിയോ അല്ലെങ്കിൽ അങ്ങനെ ആവാൻ പറ്റില്ലല്ലോ. അതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരാൾ ഇഷ്ടപ്പെട്ട് ചില സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ച് ഇഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഒരു മാറ്റം. ഇതൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും രണ്ടുപേർക്കും ഒരേ സമയത്ത് ഉണ്ടാവുന്ന ഒരു തോന്നലുകളും ഒരു അട്രാക്ഷൻസും ഒരു ബോഡി ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുമല്ലോ നമ്മുടെ ഉള്ളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അങ്ങനെ ഇത് സയൻസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു സംഭവമാണല്ലോ. എന്താടാ ഒരു ഇളക്കം? എന്താ ഇളക്കി കൂടെ? ഞാൻ ചെയ്യാനുള്ളത് ചെയ്യും. അപ്പൊ അവര് കുറച്ച് മാറും. ഞാനങ്ങനെ മാറിയ ആളാണ്. അപ്പൊ പലരും മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാനും അങ്ങനെ മാറിയ ആളാണ്. മുമ്പ് പുണ്യാളൊന്നും ആയിരുന്നില്ല. ഒരു 10-15 വർഷമായിട്ട് ഈ മാറ്റം വന്നു. തള്ളിപ്പൊളി നീ പരിപാടി നിർത്തിയില്ലേ? കൊച്ചൊരു കാര്യം ചെയ്യുമ്പോൾ എത്ര വട്ടം ആലോചിക്കും സ്വയമായിട്ട് അത് ചെയ്യണോ വേണ്ടെന്നുള്ളൊരു കാര്യം? ഞാൻ 3-4 പ്രാവശ്യം ആലോചിക്കും. എന്നിട്ടാണ് അതിലെന്തൊക്കെയാ ആലോചിക്കുന്നത്? ആദ്യം ഞാൻ ചെയ്യണതിനെ കുറിച്ച് ആലോചിക്കും. പിന്നെ ഞാൻ രാത്രി കിടക്കാൻ നേരത്തെ ആലോചിക്കും. പിന്നെ രാവിലെ കിടന്നിട്ട് ആലോചിക്കും. എന്നിട്ടാണ് ചെയ്യുന്നത്. വേറെ ഒന്നും ആലോചിക്കില്ല. നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ശരി കണ്ടത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ ഏത് കാര്യമോ അല്ലെ കിടന്ന് ചിന്തിക്കുന്നു പറഞ്ഞപ്പോ നിങ്ങൾ കടന്ന് ചിന്തിച്ചു. അയ്യേ, എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്. കൺട്രിമാൻ, ടു ബാഡ് കൺട്രി പീപ്പിൾ. തങ്കടിക്കാൻ സുഖത്തിന് എങ്ങനെ പറ്റുന്നത് എന്താന്നറിയില്ല. അല്ല കാരണം പല മരുന്നും കഴിച്ചു നോക്കി, ഇതിനൊരു കുറവില്ല. ഒരു അപവാദം, ഇതിനൊരു ഓപ്പറേഷൻ ഇല്ല, മരുന്നില്ലാതെ ഡോക്ടർമാര് പറഞ്ഞു. പല ഡോക്ടർമാരും എന്ത് രോഗാണെങ്കിലും നിങ്ങൾക്കൊക്കെ തരാനുള്ള മരുന്ന് ഇഷ്ടം പോലെ ഇതിനകത്തുണ്ട്. പക്ഷേ ഈ ഭ്രാന്തിന് കൊടുക്കാനുള്ള മരുന്ന് ഈ ഭൂലോകത്തില്ല. ഞാൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ എത്ര പുഷപ്പ് എടുക്കും നിങ്ങൾക്ക് പറ്റുമോ? പിന്നെന്ത് ഒന്നും ചെയ്യാറില്ല. അത് ഇപ്പൊ 25 കിലോമീറ്റർ ഓടാൻ പറ്റുമോ? ഇല്ലേ. 3 കൊല്ലം അടുപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കര് ഇത് വെറുതെ അല്ല. പേടിയുള്ളത് എന്താ ജീവിതത്തിൽ? എന്തിനെ പേടി? എനിക്ക് ലിഫ്റ്റ് പേടിയാണ്, പാമ്പ് പേടിയാണ്. കഷ്ടം പാവം. വേറെ ഒന്നും പേടിയില്ല എനിക്ക്. പാമ്പിനെ കണ്ട ഓടും, പുലിനെ കണ്ടാൽ ചിലപ്പോ അവിടെ നിൽക്കും. അതിൽ ഓടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്നാ നേരിട്ടിട്ട് ഒരു മുട്ടിയിട്ട് ചാവാന്ന് വിചാരിച്ചു. അപ്പൊ പുലിയോ? പുലി ചാടി നിക്കല്ലേ? അതെ ചേട്ടായി കാഞ്ചി വലിയ റെഡിയായി. അപ്പൊ പുലിയോ? ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താണ് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ളത്? ലവ് എന്ന് പറയാം, മേക്കിംഗ് ലവ്. ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. ഞാൻ കണ്ടുപിടിച്ചതല്ല, പ്രകൃതിപരമായിട്ട്. അതാണോ ഈ യൗവനം കാത്തു സൂക്ഷിക്കുന്നത്? അതൊരു സത്യമാണ്. ഏതാണ് പിച്ചക്കാരൻ? ട്രയലൊന്നും ചോദിക്കരുത്. അല്ല, അത് കഴിഞ്ഞിട്ട് ആലോചിക്കുന്നുണ്ട് എന്തോ. മല്ലയെ സൂക്ഷിക്കണം. പൂട്ടിയിട്ടതായണ പോലും വെടിവെച്ച ആളാ. ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ. അല്ല, ട്രയൽ എനിക്ക് വേണ്ട. കാരണം പറച്ചിരി തന്നെ മനസ്സിലായി. ഇതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്. ഞാൻ അടിക്കാൻ പോവാറില്ല. ഇപ്പൊ ഒരു 10-15 വർഷമായിട്ടൊന്നും അടിക്കാറില്ല. അതേടാ കീലേരി തന്നെ. ആദ്യകാലത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 10-50 തല്ലെങ്കിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ട്രീറ്റ് ഫൈറ്റ് ഒന്നും കാര്യം. ഇതാ എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. എന്നോട് കളിക്കാൻ ധൈര്യമുള്ളവരുടെ ഇറങ്ങി വാടാ.
ആദ്യകാലത്തൊക്കെ എപ്പോഴും തോക്കുണ്ടാവും എൻ്റെ അരയില്. കർത്താവേ. അങ്ങനെ ഇപ്പൊ ആ തോക്കൊന്നും വെക്കുന്നില്ല. ആയുധം, നമ്മുടെ ഇപ്പൊ ആയുധം ഇതാണ്. സ്നേഹം കൊണ്ട്, സ്നേഹമാണ് ആയുധം. ആദ്യം തോക്കായിരുന്നു ആയുധം. എന്റെ മോന്തേമ പറഞ്ഞ വന്നാലോ അതെല്ലാം ഇപ്പൊ മനസ്സിലാവുന്നത്. ഒരെണ്ണം കൊടുത്തു നോക്കിയാലോ എന്നാണ്. ഞാൻ കൊള്ളും, ഒരു കുഴപ്പമില്ല. മോര് വേണ്ടി വരും. മറുകണ്ണം കാണിക്കില്ല, ഒന്നും ചെയ്യില്ല. അത് മറുകണ്ണം സഹോദരൻ ഇനി ചെയ്യല്ലേ എന്ന് പറയും. തല്ലിയിട്ട് എണ്ണീറ്റ് പോടാ. അളിയ അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? ഇവനല്ലേ ഇവിടെ ഇതൊന്നും കൊണ്ടത്. അപ്പൊ കാണാം. സി യു ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? അതെ, ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോ.